എന്തായാലും ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഐറ്റങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, സവാള 2-3 എണ്ണം കട്ട് ചെയ്തത്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുരിങ്ങ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. മീൻ ചാളയും നെത്തോലിയും കൂടെ ഉള്ള ചെറിയ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് അവിയൽ വെക്കാനാണ്. അവിയൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മീൻ പീര വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് അപ്പുറത്ത് ആദ്യം താമസിച്ചിരുന്ന വീട്ടിലായിരുന്നപ്പോഴാണ് മീൻ പീര വെച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടത്. അതിൽ മാങ്ങയൊക്കെ ഇട്ട് തന്നെയാണ് വെച്ചത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്ക, മാങ്ങ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പെരുംജീരകമാണ് ഇതിന് ചേർക്കുന്നത്. ജീരകം ചേർക്കത്തില്ല. ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പെരുംജീരകം ചേർത്താലും മതി. മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒത്തിരി ഉപ്പുനീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറാണ് ചരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അതേ അടുപ്പിൽ തന്നെയാണ് മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് അര വേവായി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ അരച്ച് കൊടുക്കുന്നത്. തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 2-3 മുളക് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മലക്കറിയിൽ കിടക്കുന്ന മുളക് ആയതിനെ കൊണ്ടാണ് അത് പഴുത്ത് കേട്ടോ. ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഇതുകൊണ്ടാണ്, ചൂട് കൊണ്ടാണ് അത് പഴുത്തത്. അപ്പോൾ ഇതൊരു 2-3 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ 2 എണ്ണം ചേർത്തിട്ടുണ്ടല്ലോ. ഒരുപാട് അങ്ങ് അരയൊന്നും വേണ്ട. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിയലിന് അരച്ചെടുക്കുന്നത് എങ്ങനെയാണോ അതുമാതിരി അങ്ങ് അരച്ചെടുത്താൽ മതി. അരമുറി തേങ്ങ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവിയലിന് തേങ്ങ ചേർത്താലേ കൊള്ളാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്ന അത്രയും നല്ലതാണ്. തേങ്ങ അരച്ചതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ പച്ചക്കറിയുടെ അവിയലിന് അരയ്ക്കത്തില്ലല്ലോ, ഇതിന് കുരുമുളക് ചേർത്ത് കൊടുക്കണം. എങ്കിലേ അതിന് ആ ഒരു മണമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മീൻ വെച്ചിട്ടല്ലേ അവിയൽ വെക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുരുമുളക് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കാനായിട്ട് നോക്കണം. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി. തൊത്തുമാതിരി അരച്ചെടുക്കുമല്ലോ, അത് കണക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ചേർക്കുന്നില്ല, കുറച്ച് മാത്രം. അപ്പോൾ കുറച്ച് കുരുമുളക്, ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് പൊടിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം, 2 കഷ്ണം വെളുത്തുള്ളി, അതും കൂടെ വെച്ച് അരയ്ക്കുന്നുണ്ടേ. അപ്പോൾ ഇതും കൂടെ വെച്ച് അരയ്ക്കണം. പിന്നെ ലേശം കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില. ഏത് ഇത് കണക്ക് തോരൻ വയ്ക്കുവാണെങ്കിൽ അവിയൽ, പരിപ്പ് ഇതിനൊക്കെ ഞാൻ കറിവേപ്പില ചേർക്കാറുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ അതിനൊക്കെ നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്ര ചേരുവ മാത്രം മതി. ഒരുപാട് ചേരുവകൾ വേറെ ഒന്നും ചേർക്കാനോ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റുന്ന നല്ല ഒരു അവിയലാണ്. ഇത് കണക്കുള്ള ചെറിയ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് അവിയൽ വെക്കാനും, മീൻകറി വെക്കുമല്ലോ, മുരിങ്ങക്ക, മാങ്ങ, നല്ല നാടൻ ഉണ്ടമുളക് ഉണ്ടല്ലോ, മണമുള്ള മുളക്, ഇതൊക്കെ ഇട്ട് കറി വെക്കാനൊക്കെ നല്ലതാണ്. അത് മിക്സ്ഡ് ആയിട്ടുള്ള മീനാണെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അരച്ച് തീർന്നിട്ടുണ്ട്. ഇതൊന്ന് അരച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ കല്ല് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. മീനിപ്പോൾ കുറച്ച് വെന്ത് കിടക്കുവാണല്ലോ, അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ മാങ്ങയും മുരിങ്ങക്കയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങക്കയും ഞാൻ ചേർത്തിട്ടില്ല. മീൻ ആദ്യം വേവാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെ തന്നെ മാങ്ങയും മുരിങ്ങക്കയും സവോളയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞ പരുവത്തിലങ്ങ് ആയിപ്പോവും, ഒരുമാതിരി ആവുമല്ലോ, വെന്തങ്ങ് പോവും. അപ്പോൾ അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് മീൻ വെന്ത് പകുതി ആയതിന് ശേഷം മാത്രം മുരിങ്ങക്കയും മാങ്ങയും സവോളയും ചേർത്ത് കൊടുക്കുന്നത്. മുളകും ഇട്ട് കൊടുത്തിട്ടില്ല. 2 എണ്ണം ഇതിന് ഞാൻ 2-3 എണ്ണം ഇതിനകത്ത് അരച്ചിട്ടുണ്ട്. 2 എണ്ണം കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് കാണിച്ചു തരാം. കല്ല് കഴുകുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒത്തിരി വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അതിപ്പോൾ കൂടെ തന്നെ കഴുകി ഇടുന്നുണ്ട്. മീൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. അതിപ്പോൾ അര വേവായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ മുരിങ്ങക്കയും മാങ്ങയും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ 2 മുളകുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാങ്ങ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയും മുരിങ്ങക്കയും സവോളയും ചേർക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഒന്നും കൂടെ വെന്ത് കിട്ടാനായിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല. അരപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു ലേശം വെള്ളം, ഒത്തിരി വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ തിളച്ച് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വെന്ത് വരുമ്പോഴത്തേക്ക് വേണം ഇതിൻ്റെ കൂടെ അരപ്പിട്ട് കൊടുക്കാനായിട്ടുള്ളൂ. അരപ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ലേശം ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുക്കണം. മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് മീനിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ കൂടെ ലേശം ഉപ്പുനീരും ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഈ ഒരു അവിയൽ മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചമ്മന്തിയുടെ ആവശ്യം വരുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൽ നമ്മളിതെല്ലാം വെന്ത് എടുത്തതിന് ശേഷം നല്ല മണവും നല്ല ടേസ്റ്റും പിന്നെ ആ മാങ്ങയുടെയൊക്കെ ചെറിയ ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ അങ്ങനെ ഒരാവശ്യം വരുന്നില്ല. ഇത് കണക്ക് വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്ന അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനൊക്കെ മൊത്തത്തിൽ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, നെത്തോലിയെല്ലാം അതിലിട്ടുന്ന ചാളയൊക്കെ നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞിട്ടുണ്ട്. അത് മീൻ ഉടയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റും എരിവും പുളിയും മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ ഉടഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, മീനിൻ്റെ മുള്ള് മാത്രം നമ്മൾ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് വറക്കുന്നില്ല, ഇതിന് പകരം പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മളൊന്ന് ആവിയൊക്കെ വന്നിട്ട് ഇറക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പരുവത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പിൽ വെക്കുന്നില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഇല്ലായിരുന്നല്ലോ, നേരത്തെ വെള്ളം കുറച്ചാണ് ഞാൻ വെച്ചിരുന്നത്, എങ്കിലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും മൊത്തത്തിൽ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട്, നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചോറ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റോസരി ചോറ് പച്ചനെല്ല് കുത്തിയൻ്റെ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചാണ് ചോറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.